കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുക. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യം. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമുക്കറിയാം, ഗബ്രിയേൽ എന്ന ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന് ദൂത് പറഞ്ഞതിന് ശേഷം എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പോകുന്ന മറിയെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അങ്ങനെ മറിയ എലിസബത്തിനെ കണ്ട് വന്ദനം പറഞ്ഞ് എലിസബത്ത് തന്നെ പറയുന്നു, കർത്താവിൻ്റെ മാതാവെന്ന് വിളിക്കപ്പെടുന്ന മാന്യത നിനക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ ഉണ്ട്. അവിടുന്ന് ഇതായിട്ട് നമ്മൾ ആ ഭാഗം വായിച്ചു വരുന്ന സമയത്ത് കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പിന്നീട് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ഭാഗമാണ് 1-ാം അധ്യായത്തിൻ്റെ 46 മുതലുള്ള വാക്യങ്ങൾ. അതിൽ 50-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്തുവാണ്? അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. ആരെ ഭയപ്പെടുന്നവർക്ക്? കർത്താവിനെ ഭയപ്പെടുന്നവർക്ക്. ഇന്ന് ഈ തലമുറയിൽ പ്രത്യേകിച്ച് ദൈവമക്കളുടെ ഇടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ദൈവത്തെ ഭയപ്പെടാൻ കഴിയാത്ത അവസ്ഥ. എന്തുവാണ് ദൈവത്തെ ഭയപ്പെടാൻ കഴിയാത്ത അവസ്ഥ? നമ്മൾ ശ്രദ്ധിച്ചാൽ ഇന്ന് നമുക്കതിൻ്റെ ഒരു ചെറിയ സിഗ്നലുകൾ, ചെറിയ അടയാളങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ആലയത്തിൽ വന്നിരിക്കുമ്പോൾ തന്നെ സ്തോത്രം മൊബൈൽ നോക്കുകയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ചെക്ക് ചെയ്യുകയും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും അല്ലെങ്കിൽ പ്രൈസിലെ മറ്റു കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഇപ്പോൾ പാടുവാനോ ബൈബിൾ നോക്കുവാനോ എടുക്കുന്നതിനകത്ത് പ്രായോഗിക തലങ്ങളുണ്ടെങ്കിലും ഓക്കെ എന്ന് വയ്ക്കാം. എന്നാൽ അല്ലാതെയുള്ള നമുക്ക് ആത്മീയമായിട്ട് ഒരു ബെനിഫിറ്റും നൽകാത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന ചില ക്രിയകൾ ഇന്ന് നമ്മുടെ ആത്മസമൂഹത്തിനിടയിൽ ആലയത്തിനകത്ത് നടക്കുന്നില്ലേ? എന്താ കാര്യം? ദൈവത്തോടുള്ള ഭയം നഷ്ടപ്പെടുകയാണ്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ബഹുമാനിക്കാൻ ആര് തയ്യാറാകുമോ നിശ്ചയമായി അതാണ് ദൈവത്തെ ഭയപ്പെടുക. ഇനി ദൈവത്തെ ഭയപ്പെടുന്നവർക്കുള്ള പ്രത്യേകത എന്തേ? അവിടെ പറയുന്നു, തലമുറ തലമുറയോളം അവൻ്റെ കരുണ കൂടെ ഇരിക്കുമെന്ന് ബൈബിൾ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കും. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരണമെങ്കിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടുക തന്നെ വേണം. ഭയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ബഹുമാനം കൊടുക്കുക. ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവത്തെ സ്തുതിക്കുന്നതിൽ, ദൈവാലയത്തിൽ പോകുന്നതിൽ, ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന കൂറ്, ഇതെല്ലാം ഇതിനകത്ത് പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ ഭയപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയാൽ, ആ കൃപയാൽ അവൻ്റെ കരുണയിൽ തലമുറ തലമുറയോളം ഇരിപ്പാൻ ദൈവം നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ദൈവത്തോടുള്ള ഭയം സ്തോത്രം അത് വിട്ടുപിരിയാതെ ഒരു ദൈവിക ബന്ധമായി മാറുവാൻ സ്വർഗം ഇടവരുത്തിയാട്ടെ. ഈ സന്ദേശം കേൾക്കുന്നവരിലേക്ക് അത് വ്യാപരിപ്പാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ്.